എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ മനുഷ്യന്. ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ്. ഒന്നുകിൽ ഇവർ വളരെ നിഷ്കളങ്കയാണ്, അല്ലെങ്കിൽ ഇവർ പെരുങ്കള്ളി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏട്ടൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അഫാൻ്റെ ഉമ്മയുമായിട്ട് നമ്മുടെ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ ഒരു ബൈറ്റ് എടുത്തത്. അതായത് ഇത്രയും ദിവസം അവർ ആശുപത്രിയിലായിരുന്നു, വളരെയധികം ക്രിട്ടിക്കലായിരുന്നു അവരുടെ സിറ്റുവേഷൻ. അതിൽ നിന്നെല്ലാം റിക്കവറായി ആ സമയത്താണ് ശ്രീകണ്ഠൻ നായർ 24 ന്യൂസിനൊപ്പം അവരെ കാണാനെത്തിയത്. അവർ സംസാരിക്കാൻ തയ്യാറായി. നമുക്കെന്തായാലും ആ വാർത്ത ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാം. ഇതുവരെയൊന്നും ഉമ്മ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും ഒന്ന് കാണാമെന്ന് കരുതി. മനസ്സിലായോ? ഉമ്മയ്ക്ക് ഇപ്പൊ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അവരോട് ചോദിക്കുകയാണ് ഉമ്മയ്ക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന്. എൻ്റെ പൊന്നണ്ണ, ഉമ്മ നമ്മളോട് ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. അവർക്കതിലൊരു പ്രത്യേക സന്തോഷമോ ദുഃഖമോ ഒന്നും അവർ പറയുന്നില്ല. അവരൊരു യാന്ത്രികമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എൻ്റെ ഓർമ്മയിലും അത് തന്നെയാണ്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും അവരത് കള്ളം പറയുകയാണ് എന്നുള്ളത്. കാരണം അവരോട് എടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയിലും അങ്ങനെ തന്നെയാണ്, അതാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു കള്ളമാണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഉമ്മയോട് പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. ഉമ്മയ്ക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഫഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക, നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കുക. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ്? അന്ന് ഈ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ അവർക്ക് ഓർമ്മയുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതെല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു നിർവികാരത, ഒരു മരവിപ്പ് മാത്രമാണ് ആ മനസ്സിലുള്ളത്. വേറെ ഒന്നും പറയുന്നില്ല. എല്ലാം ഓർമ്മയുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കിത്താ, അവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. കുറ്റപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. അവനൊരു കൊടും കുറ്റവാളിയാണ്, സ്വന്തം കുടുംബത്തെ തന്നെ നാമാവശേഷമാക്കിയവനാണ്, അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. പക്ഷേ ആ അമ്മയുടെ ഭാഗത്തു നിന്നും ആ ഉമ്മയുടെ ഭാഗത്തു നിന്നും ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ ജീവിതം ഇനി എന്തോന്നാണ്. അവരുടെ ഇളയ മകൻ മരിച്ചു. ഇളയ മകൻ ഈ പറഞ്ഞ മകൻ തന്നെയാണ് കൊന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയെപ്പോലും കൊല്ലാൻ നോക്കി മരണത്തിനും ജീവിതത്തിനും ഇടയിൽ മുഖാമുഖം കണ്ടൊരു വ്യക്തി കൂടിയാണ്. അവിടെ നിന്നും തിരിച്ചു വന്നതാണ്. എന്നിട്ടും അവർ ആവശ്യപ്പെടുന്നത് അവനെ എനിക്ക് തിരിച്ചു വേണം, അവനെങ്കിലും എനിക്ക് തിരിച്ചു വേണം എന്നുള്ളതാണ്. ഒരു അമ്മയുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമ്മയുടെ സ്നേഹം അത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും.
നമ്മൾ പറയാറില്ലേ, മാതൃസ്നേഹമെന്ന് പറയുന്നത് എന്തിനേയും കവച്ചു വയ്ക്കുന്നതാണ്, എന്തിനേയും പൊറുക്കാൻ കഴിവുള്ളതാണ് എന്നൊക്കെ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ കണ്ടത്. അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് അവരെ മനസ്സിൽ. എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര വലിയ കൊടും കുറ്റവാളിയായാലും അമ്മയ്ക്ക് മകൻ തന്നെ എന്നുള്ളതാണ്. പക്ഷേ മറുഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി എടുക്കാൻ ചിന്തിക്കുന്ന ആ ഒരു അമ്മയുടെ മനസ്സും എത്രത്തോളം ക്രൂരമാണെന്ന് നമുക്ക് തോന്നാം. ഇത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഇതിപ്പോൾ സ്വയം അനുഭവിക്കുമ്പോഴേ നമുക്കതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. നമ്മുടെ മകനാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടത്. പലർക്കും അത് പൊറുക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അവർ പിന്നീട് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം തന്നെ ഇനി വേസ്റ്റാണ്, ഇനി മുന്നോട്ടുള്ള ജീവിതം തന്നെ വേസ്റ്റാണ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ? എനിക്ക് തോന്നുന്നില്ല അവർക്ക് എവിടെ ജീവിതത്തിൽ ഇനിയൊരു സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇതിന് ശേഷം ഈ ഒരു ഉമ്മയ്ക്ക് നേരെയും 24 ന്യൂസിനെതിരെയും വലിയൊരു ആക്രമണമാണ് നടന്നത്. കാരണം ഈ വീട് വെച്ചു കൊടുക്കാൻ എടുത്ത തീരുമാനവും അതുപോലെ തന്നെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഉമ്മയുടെ സംസാരവും ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രത്തോളം ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ രണ്ട് ഭാഗം നോക്കുമ്പോഴും ഇതൊരു 50-50 ചാൻസാണ്. ആ ഉമ്മയുടെ ഭാഗം നോക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യങ്ങളിൽ അവരുടേതായ ന്യായമുണ്ട്, മറ്റ് ജനങ്ങൾ പറയുമ്പോഴത്തേക്കും അതിൻ്റേതായ ന്യായവുമുണ്ട്. ഈ രണ്ട് ന്യായങ്ങളും നമുക്ക് വിട്ടുകളയാൻ പറ്റുന്നതല്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് പാരൻറ്റിങ് എന്നൊരു സംഭവം ഇവിടെ കയറി വരുന്നുണ്ട്. ഈ കുട്ടിയെ വളർത്തി ഇത്രത്തോളം വഷളാക്കി മാറ്റിയതിൽ ഈ ഉമ്മയ്ക്കുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിടെയാണ് ആൾക്കാർ ഇത്രത്തോളം ഇവർക്കെതിരെ തിരിയാൻ കാരണം. ഇവരുടെ ഈ ആർഭാട ജീവിതവും കാര്യങ്ങളും കൊണ്ട് ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ കടം ഇവർ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഭർത്താവ് അറിയാതെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉമ്മ മകനെ അങ്ങനെ വളർത്തി വഷളാക്കിയ ആ ഒരു പയ്യനാണ് ഇത്രയും പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ആ പയ്യനെ ന്യായീകരിക്കുമ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ അവർക്ക് ആ കിടക്കിൽ നിന്ന് എഴിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിക്കെതിരെ അധിക്ഷേപം നടത്താൻ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും എത്രത്തോളം അവർ വെറുപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവിടെ മെയിനായിട്ടുള്ള ചോദ്യം. വേറെ ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു അമ്മയുടെ മനസ്സിനെ നമുക്ക് ഒരുപാട് വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അവർ സ്വയം ബോധ്യപ്പെട്ട് അത് പറയണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് വൈകുന്നേരം ഒരു വാർത്ത വന്നത്. നമുക്ക് ആ വാർത്ത കൂടി ഒന്ന് കാണാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിർണായക മൊഴി. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന് മാതാവ് ഷെമി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി. ഉമ്മ എന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ക്ഷമിച്ചു കഴിഞ്ഞു. അതാണ് അമ്മയുടെ മനസ്സ്, അത്രയേ ഉള്ളൂ. സ്വന്തം ജീവൻ മകൻ എടുക്കാൻ നോക്കിയൊന്നും അവരെ ബാധിക്കുന്നില്ല. പക്ഷെ ഗത്യന്തരമില്ലാതെ അവർക്കത് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. പറഞ്ഞ് മനസ്സിലാക്കി കാണണം. ഇന്നതാണ് സത്യാവസ്ഥ, ഇതാണ് യാഥാർത്ഥ്യം. തൻ്റെ മകനെ കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് ചിലപ്പോൾ എത്തിക്കാനും. കാരണം ഇത്രത്തോളം ഹെയ്റ്റാണ് അവർക്കെതിരെ വന്നിട്ടുള്ളത്. ജനങ്ങൾ, നാട് മുഴുവൻ അവർക്കെതിരാണ്. ഈ ഒരു വാർത്ത വീണ്ടും അവർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയോടുകൂടി അത് അവർക്ക് വീണ്ടും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കിനി പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗമില്ല എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞു. മകനോടുള്ള സ്നേഹം, കരുതൽ, അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് ഇപ്പോഴുമെന്നായിരുന്നു പിതാവ് പറഞ്ഞതൊക്കെയും. പക്ഷേ ഇപ്പോൾ അമ്മ കാര്യങ്ങൾ ഒന്നൊന്നായി വിശദീകരിക്കുകയാണ്. അന്വേഷണം ഗൂഗിൾ ഇതിലൊരു വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് ഓണെയർ തന്നെ, അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ്. ഒന്നുകിൽ ഇവർ വളരെ നിഷ്കളങ്കയാണ്, അല്ലെങ്കിൽ ഇവർ പെരുങ്കള്ളി. ഈ രണ്ടിൽ അങ്ങേയറ്റം മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു സ്പേസ് അവർക്കില്ല. ക്ഷമിക്കണം, അഫാൻ തന്നെയാണ് ആക്രമിച്ചതെന്നുള്ള കാര്യം ഷെമി സ്ഥിരീകരിച്ചു എന്നുള്ളത്. മാത്രവുമല്ല, ഈ കേസിൽ ആക്രമിക്കപ്പെട്ടവരിൽ ജീവനോട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ്. അപ്പോൾ അതാണ് അവർ തുറന്നു സമ്മതിച്ചിരിക്കുന്നു, തുറന്നു പറഞ്ഞിരിക്കുന്നു.
ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ആ മനുഷ്യന് മാത്രമേ അറിയാവൂ, അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മറ്റതെല്ലാം നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മളുടെ പരിസ്ഥിതിക്ക് അനുസരിച്ച് നമ്മളെന്നുള്ള വ്യക്തി ആ ഒരു സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് വെച്ചാണ് നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത്. നമുക്ക് പറയാൻ കഴിയില്ല അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. അവർ അങ്ങനെ സംസാരിച്ചു, മകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഒരു അവസാനം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായപ്പോഴത്തേക്കും അവരത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. എല്ലാം അവർ തുറന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു ഉമ്മയെയും കുടുംബത്തെയും വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളും മറ്റു കാര്യങ്ങളും ഇത്തരം വീഡിയോകൾക്ക് താഴെ എഴുതാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സ്വന്തം 2 മക്കളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മൂത്തവനെ ഇളയ മകൻ മരിച്ചു തന്നെ പോയി. ഇനി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കില്ല. മൂത്ത മകനുണ്ട്, അത് ഇത്രയും വലിയൊരു കൊടും കുറ്റവാളിയായി മാറിയിരിക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് കൊടും കുറ്റവാളിയായി മാറിയ ഒരു മൂത്ത മകനുമാണ് അവർക്കുള്ളത്. അച്ഛൻ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇനി ആ ഒരു വ്യക്തിയെ, ആ ഒരു മകനെ എനിക്കിനി കാണേണ്ടതില്ല. എന്തിന് കാണണമെന്നുള്ളതാണ്. കാരണം 10-20 വർഷം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ഈ ഒരു കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത ആ മനുഷ്യന് മുന്നിൽ കടവും കടക്കാരും മാത്രമേ ഉള്ളൂ ഈ ഉമ്മയും മകനും കൂടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ഭാഗം നോക്കുമ്പോഴത്തേക്കും പരമദയനീയമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ കുടുംബത്തിനെ വെറുതെ വിടൂ, അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.